എൻ്റെ തറവാട് വീടിൻ്റെ ഏറ്റവും അടുത്ത വീട് ഒരമ്മയുടെ വീടായിരുന്നു. അവിടേക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ അമ്മയുടെ വീട്ടിലേക്ക് പോവുക എന്നാണ് പറഞ്ഞിരുന്നത്. ഓണക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളുടെ തുടക്കവും അവരുടെ വീട്ടുമുറ്റത്തെ പൂത്തറയിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഈ പൊടുവണ്ണിയുടെ ഇല, നിങ്ങളെന്താ പറയാമെന്നറിയില്ല, ആ പൊടുവണ്ണിയുടെ ഇല കുമ്പിളാക്കിയിട്ട് അതിൽ ഈള് കുത്തി ഈ വൈകുന്നേരങ്ങളിലൊക്കെ പറമ്പിലേക്കും പാറപ്പുറത്തേക്ക് തുമ്പപ്പൂ പറിക്കാൻ വേണ്ടി പോകും. ഇന്ന് തുമ്പപ്പൂ നമ്മുടെ പറമ്പിലൊന്നും കാണാനില്ല, അന്ന് അത് സുലഭമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അത് പൂ പറിച്ച് അത് കുമ്പിളിലാക്കിയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ഈ പച്ച നിറത്തിലുള്ള കുമ്പിളിൽ ഈ വെളുത്ത നല്ല തൂവെള്ള നിറത്തിലുള്ള തുമ്പപ്പൂ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അന്നൊക്കെ ഞങ്ങൾ കുട്ടികൾ ഈ നിറങ്ങളും വർണ്ണങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് ഈ പൂവിൽ നിന്നും പൂമ്പാറ്റയിൽ നിന്നൊക്കെ തന്നെയായിരുന്നു. പൂത്തു നിൽക്കുന്ന മല്ലികപ്പൂ കാണുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നുമ്പോഴും ഈ മൂടിക്കെട്ടി നിൽക്കുന്ന കാർമേഘം കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലെവിടെയോ ഒരു വല്ലായ്മ അനുഭവപ്പെടുമ്പോഴൊക്കെ അന്ന് മനസ്സിലായിരുന്നില്ല ഈ നിറങ്ങൾക്ക് ഇത്രയും നല്ല നമ്മുടെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കാനുള്ള പവറുണ്ട് എന്നുള്ളത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഡിസൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻറ്റൻഷ്യലി ആളുകളോട് കളറുകളിലൂടെ നിറങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ നിറങ്ങൾക്കും വ്യത്യസ്തമായ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കൺവേ ചെയ്യാനുള്ള ഭയങ്കരമായൊരു ശക്തിയുണ്ട് എന്നുള്ളത്.